പെരുന്നാളിനെ ഓനേടായെന്ന് വെച്ചാൽ അറിയുന്നവരും അറിയാമോ മലേഷ്യയിലാണ്. പക്ഷേ പെരുന്നാൾ എങ്ങനെ അവിടെ കഴിച്ചു കൂട്ടിയെന്ന് നമുക്കല്ലേ അറിയും. ഒന്നാമത് രാവിലത്തെ നിസ്കാരം പള്ളി അത് കിട്ടിയില്ല, ഉറങ്ങിപ്പോയി, യാത്ര ക്ഷീണം. പിന്നെ ഇന്നലത്തെ അതേ സെയിം ഡ്രസ്സും അതുപോലെ പാൻറ്റും ഉറങ്ങുന്ന നേരം കഴിച്ചു കിട്ടും. അതിനെക്കൊണ്ടാണ് പിന്നെ എടുത്തിട്ടുന്നത്. അതായത് പെരുന്നാൾ കൂടില്ല, ആ സാധനമല്ല. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കോലാലംപൂരാണ്, മലേഷ്യയിലാണ്. ഇന്നലെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരുവിധം സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാമെന്ന് കൂടെ വിചാരിച്ചാണ്. ഇന്ന് പെരുന്നാളും കൂടി കേട്ടോ ഇവിടെ. അപ്പോൾ ഇന്ന് പള്ളി അല്ലാതെ ഒരു സ്ഥലത്തും എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. കാര്യം ഇവിടെ ഭയങ്കര മഴ ആണ്. മാത്രമല്ല ഈ ഒരു ദിവസം തീരാൻ പോവുകയാണ്. ഏകദേശം 4:15 എങ്ങാനായിപ്പോൾ. ഇനിയിപ്പോൾ രാത്രി എങ്ങാനും മഴ ഇല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങാം. ഇനി ഇതൊക്കെ പോട്ടെ, നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ ഏതെങ്കിലും ഹോട്ടലിൽ കയറാമെന്ന് വെച്ചാൽ ഇന്ന് ഹോട്ടലിൽ തുറക്കൂല. ഹോട്ടലിൽ നല്ല ഒരുവിധം ഷോപ്പൊക്കെ ക്ലോസാണ് പെരുന്നാളായതിനെ കൊണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പല പല അവസ്ഥകൾ നിങ്ങളുടെ ലൈഫിൽ വരും. അപ്പോൾ നിങ്ങൾ ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്തോളാം. ഓക്കെ, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ വരും. അപ്പോൾ പറയുന്ന വേറൊന്നും കൊണ്ടുമല്ല, സാധാരണ സോളോ ട്രാവലേഴ്സൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ക്യാഷൊക്കെ നോക്കി കണ്ടേ ചിലവാക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ദിവസത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എടുത്തിട്ടും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, ഇത് നമുക്ക് നാളെ ചിലപ്പോൾ നല്ലൊരു ടൈമിൽ ഈ ഒരു കാര്യം ഓർത്തിട്ട് നമുക്ക് നല്ലൊരു ഫീലിങ്സ് കിട്ടും. അത് നമ്മൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയി കിട്ടാത്ത ആ ഒരു സംഭവം ഇതുകൊണ്ട് കിട്ടും. ശരിയാണ്. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ അവസ്ഥ സീനാണ്. എനിക്ക് നല്ലോണം ഒരു വീഡിയോ എവിടെ നിന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം ഒന്ന് ഫുള്ള് മഴയും അതുപോലെ പെരുന്നാളും എല്ലാം കൂടെ അതിനും നല്ലോണം ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇവിടുന്ന്. പിന്നെ പെരുന്നാളിന് കുഴപ്പമില്ല കേട്ടോ. പെരുന്നാൾ പള്ളി ഓക്കെ, പക്ഷേ ബാക്കി ഉള്ളതൊക്കെ സീനാണ്, ഇടങ്ങേറ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. രാവിലെ ഒരു ബ്രെഡ് കഴിച്ചാണ്, പിന്നെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇവിടെ നാടൻ ചോറ് കിട്ടും, തമിഴ്നാടൻ ചോറ് കിട്ടും. അപ്പോൾ അത് കഴിക്കാം, അതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കണ്ട്, ഞാൻ ഇന്നലെ കയറിയ ഹോട്ടലിൽ പൂട്ടിപ്പോയി. അല്ല, ഇന്ന് പെരുന്നാളാണല്ലോ, അതിനെക്കൊണ്ട് ഒരു പൂട്ടിയതാണ്. പിന്നെ തമിഴ് ഇവിടെ ഒരു ലാംഗ്വേജ് ആയിട്ട് തന്നെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ATM പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ തമിഴിന് അത്യാവശ്യം നല്ലൊരു വാല്യൂ ഉണ്ട്. പെരുന്നാളിനെ ഓനേടായെന്ന് വെച്ചാൽ അറിയുന്നവരും അറിയാമോ മലേഷ്യയിലാണ്. പക്ഷേ പെരുന്നാൾ എങ്ങനെ അവിടെ കഴിച്ചു കൂട്ടിയെന്ന് നമുക്കല്ലേ അറിയും. ഒന്നാമത് രാവിലത്തെ നിസ്കാരം പള്ളി അത് കിട്ടിയില്ല, ഉറങ്ങിപ്പോയി, യാത്ര ക്ഷീണം. പിന്നെ ഇന്നലത്തെ അതേ സെയിം ഡ്രസ്സും അതുപോലെ പാൻറ്റും ഉറങ്ങുന്ന നേരം കഴിച്ചു കിട്ടും. അതിനെക്കൊണ്ടാണ് പിന്നെ എടുത്തിട്ടുന്നത്. അതായത് പെരുന്നാൾ കൂടില്ല, ആ സാധനമല്ല. സംഭവം ഇങ്ങനെ നടക്കുന്നേരെ ചെറിയൊരു വൈബൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും എത്രയോ വലിയൊരു ഹാപ്പിനെസ്സാണ് ഞാൻ അവിടെ ഇല്ലാണ്ടാക്കി പോകുന്നത്. സാധാരണ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനങ്ങനെ പുറത്തുനിന്ന് നോക്കി കാണുന്നത് പൊതുവേ കുറവാണ്. അതായത് ഇപ്പോൾ നാട്ടിൽ എന്തെങ്കിലും കല്യാണമോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ പെരുന്നാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് നോക്കി കാണൽ പൊതുവേ കുറവാണ്. ഞാൻ കൂടുതൽ നാട്ടിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്, പെരുന്നാൾ ഇങ്ങനെ ലോസ് ആവുന്നത്. ശരിക്കും നമ്മുടെ ഫാമിലീൻ്റെയും അതുപോലെ ഫ്രണ്ട്സിൻ്റെയും കൂടെ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോവുക അല്ലെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ അതിനോളം ഞാൻ കണ്ട അതിനോളം ഹാപ്പിനെസ് വരുന്നില്ല ഇപ്പം ഇങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യുന്ന ആ ഒരു സംഭവമൊന്നും. പക്ഷേ ഒരു സമയം വരെ എനിക്ക് ആ വീട്ടിൽ നിൽക്കുന്നതും അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. കാര്യം കുറേ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് എന്നുള്ള നിലക്കാണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ 39 ദിവസമായി ഇതുവരെ ഒരു ഇതുണ്ടാവുന്നില്ല. എന്താ പറയുക, നമുക്ക് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ട്രാവൽ മടുത്തേക്ക് സെയിം ഇതിൽ തന്നെ പോയിട്ട് ഇനിയിപ്പോൾ ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിൽ എന്താക്കണമെന്ന് അറിയോ, വേറെ എവിടെയെങ്കിലും അടുത്ത കൺട്രിയിൽ പോകണം. അങ്ങനെയാണെങ്കിൽ കുറച്ചൊക്കെ ഹാപ്പി ആവും. എനിക്ക് തോന്നുന്നു അതും ഇനി പെട്ടെന്ന് തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം ചില ആൾക്കാരൊക്കെ പറയും യാത്ര ഹരാണ്, യാത്ര പ്രണയമാണ്. ഒക്കെ ശരിയാണ്, ഈ സംഭവമൊക്കെ യാത്രയ്ക്ക് ഉണ്ട്. പക്ഷേ അതും ഒരു ഘട്ടമെത്തുമ്പോൾ നിങ്ങൾക്ക് മടുക്കാൻ തുടങ്ങും, നല്ലോണം മടുക്കും. എൻ്റെ കേസിൽ എനിക്കിപ്പോൾ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ഇമ്മനെയും വാപ്പനെയും കാണണം, അതുപോലെ ഫ്രണ്ട്സിനെ കാണണം എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഞാൻ പ്ലാൻ ചെയ്ത് ഏകദേശം ഒരു 30 ഡേയ്സ് കൊണ്ട് പോയി വരികയെന്നാണ്. പക്ഷേ ഇതിപ്പോൾ 39 ദിവസമായി. അപ്പോൾ എനിക്ക് എന്തായാലും ചെറിയൊരു മനസ്സിന് ആ സംഭവം വരും. പിന്നെ അതിപ്പോൾ നമ്മൾ ലോക്കായി പോകുന്നതൊക്കെ നമുക്ക് തോന്നും. എവിടെയെങ്കിലും ഒരു വട്ടം ബുദ്ധ ടെമ്പിൾ ടെൻ്റ് അടിച്ച് കൂടിയപ്പോൾ ഒക്കെ എനിക്ക് തോന്നിയേക്ക് ഇത് എന്താ പറയുക, വീട്ടിലായെങ്കിൽ എന്ത് സുഖമായിരുന്നു. പിന്നെ മുമ്പ് ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ 80 ഡേയ്സ് ട്രാവൽ ചെയ്തപ്പോൾ പക്ക പ്ലാൻഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ 80 ദിവസം കൊണ്ട് ഞാൻ തിരിച്ച് വരുന്നുള്ള ഒരു ഇത് ഞാൻ കൊടുത്തേക്ക്. ഇപ്പോൾ ഒരു കൺട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യൂലേ, എങ്ങോട്ടെങ്കിലൊക്കെ പോവുക, എന്തെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യുക, ഓക്കെ ശരിയാണ്. പക്ഷേ ആ രാജ്യത്ത് നിന്ന് എക്സിറ്റ് ആവേണ്ട ടൈമിൽ ഞാൻ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ആവും. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ നടക്കൂ. കാര്യം നമുക്ക് ഈ മെയിനായിട്ട് യാത്ര ചെയ്യുമ്പോൾ സമാധാനത്തിന് വേണ്ടി ആൾക്കാർ യാത്ര ചെയ്യുക.
ആ സമാധാനം കൂടെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ യാത്രയിൽ പിന്നെ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ്. അങ്ങനെ രാത്രിയായി. നമുക്ക് എന്തായാലും നാളെ അടുത്ത വീഡിയോ എടുക്കാം കേട്ടോ. നല്ല മഴ ഉള്ളപ്പോൾ ഒരു ഐസ് വാങ്ങി കഴിച്ചു നോക്കേണ്ടി. അടിപൊളിയാണ്.